ഏട്ടനിരിക്കും, ഞാൻ പറയാം. ഏട്ടന് തോന്നുന്നുണ്ടോ നമ്മളിനി ശരിയാവുന്നു? എനിക്ക് മതിയായി തുടങ്ങി ഇന്നും ഈ അടിയും പിടിയും. ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? പരസ്പരമുള്ളൊരു വിശ്വാസമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണല്ലേ? ഈ ലോകത്തിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഒരുപാട് വിശ്വസിച്ചിട്ട്, ഒരുപാട് സ്നേഹിച്ചിട്ട്, ആൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചിട്ട് അവസാനം മനസ്സിലാക്കുകയാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ അവർക്ക് വെറും ഒരാൾ മാത്രമാണ്. കുറ്റപ്പെടുത്തല്ല ഞാൻ, കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമല്ലല്ലോ. ഒരാൾക്കൊരാളൊക്കെ സ്നേഹിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ? ശരിയാണ്, ഞാൻ ഭയങ്കര പോസിറ്റീവായിരുന്നു. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട്, നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ നല്ല നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? അല്ല, നല്ല നിമിഷങ്ങളല്ലേ കൂടുതലുണ്ടായിട്ടുള്ളൂ. എന്തായിട്ടും ഒരു മിനിറ്റ് പോലും വേണ്ട പറഞ്ഞു ഞാൻ കാട് കയറും. എനിക്കിനി ബന്ധം തുടരാൻ താല്പര്യമില്ല. നമുക്ക് ഈ വീടിന് ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കാം. ഞാനും എൻ്റെ മക്കളും ഇനിയൊരു ഭാരമാവില്ല. വേണ്ടേ വീട്ട? നമ്മൾ എത്ര തവണ ഇതിനെ പറ്റി സംസാരിച്ചിരിക്കുന്നു. ഓരോ തവണ പേരുകളല്ലാതെ കാര്യങ്ങളൊന്നും മാറുന്നില്ലല്ലോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പക്വത കുറവായിരിക്കും, ജീവിതം ഇങ്ങനെയാണ്. പക്ഷെ ഓരോ സമയത്തും ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ചതിക്കപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ഇനി എനിക്ക് സാധിക്കില്ല. നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഒഴിവായി തരാത്തിന്. പിന്നെ മക്കളുടെ കാര്യം, അവർക്ക് രണ്ടുപേരും വേണമെന്നാണ് എനിക്ക്. അതുകൊണ്ടാണ് നമുക്കിടയിലുള്ള പല പൊരുത്തക്കേടുകളും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചത്. പക്ഷെ വേണ്ട, ഞാൻ മതി. അവൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിവൊക്കെ ആകുമ്പോൾ അവൾക്ക് തോന്നുകയാണ് ഈ വീടിൻ്റെ അടുത്ത് വരണം. അപ്പോൾ അവൾ വരട്ടെ, അല്ലാതെ തല്ലും വഴക്കും കൂടാൻ നിൽക്കരുത്. അല്ലെങ്കിലും ചതിക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ധിക്കരിച്ചിറങ്ങി വരുമ്പോൾ എനിക്കുണ്ടായ, ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത വിഷമത്തിനൊക്കെ ഒരു ഇല്ലട്ടോ, അവളെനിക്ക് ഒരിക്കലും ബാധ്യതയൊന്നാവില്ല. ജീവിക്കണം എന്ന് ആരും ഇല്ലാണ്ടായി തുടങ്ങും ഒരാൾ വേണ്ടേ നമുക്ക് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ.